ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതിയെ ഇല്ലാതാക്കാൻ വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. അതിനായി പാർവതിയെ ക്ഷേത്രത്തിലും കൊണ്ടുവന്നിരിക്കുന്നു. വിശാലിനെയും പാർവതിയെയും ഗാർഗയും തൊഴാൻ പറഞ്ഞു വിട്ടിട്ട് ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും. മണിയടിക്കുന്ന ഒരു നേർച്ചയുണ്ട് അവിടെ. അത് പാർവതി എന്തായാലും ചെയ്തിരിക്കും. ആ മണിയിൽ ഷോക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ജാസ്മിൻ. അവൾക്ക് എത്രയും പെട്ടെന്ന് ഷോക്ക് അടിച്ച് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട്. അപ്പോ അവളിന്ന് ചാവുമല്ലോ അല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഈ പെടാപ്പാട് പെടുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു, അല്ല ജാസ്മിൻ, ഇതൊരു ദൈവിക സന്നിധിയല്ലേ. അവളാണെങ്കിൽ ഒരു മഹാഭക്തയും. തക്ക സമയത്ത് ദൈവം വന്ന് അവളെ രക്ഷിച്ചാലോ? അത് കേട്ട് ജാസ്മിൻ പറയുന്നു, പിന്നെ ദൈവം വന്ന് അവളെ രക്ഷിക്കാൻ ഇതെന്താ പുരാണ സീരിയൽ അല്ലേ? ഒരു ദൈവവും വരില്ല ആന്റി. അവള് ഷോക്കേറ്റ് മരിക്കുന്നത് ആന്റി കണ്ടോ? എന്നാൽ ഒരു ഭ്രാന്തൻ ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മണിക്കൂട്ടനും കാണുന്നുണ്ടായിരുന്നു. ആ സമയം തിരുമേനിയോടൊപ്പം അവിടേക്ക് വരികയാണ് പാർവതിയും വിശാലും ഗാർഗിയും. തിരുമേനി അവരോട് പറയുന്നു, നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ച് ഒരു തവണ നിങ്ങൾ മണിയടിച്ചാൽ 3 പ്രാവശ്യം ശബ്ദം പുറപ്പെടുവിപ്പിക്കും. അങ്ങനെ 3 തവണ ശബ്ദം വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കും, നിങ്ങളുടെ നേർച്ചയും ഫലിക്കും. 3 തവണ ശബ്ദിച്ചില്ലെങ്കിലോ എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ വീണ്ടും തിരുമേനി പറയുന്നുണ്ട്, 3 തവണ ശബ്ദം വന്നില്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹ നിർവൃത്തിക്ക് തടസ്സമുണ്ടെന്ന്, അത് നേടിയെടുക്കാൻ കാലതാമസമുണ്ടെന്നും അർത്ഥം. അത് കേട്ട് പാർവതി ഒന്ന് ടെൻഷനായി. ദൈവമേ, ഞാൻ മണിയടിക്കുമ്പോൾ 3 പ്രാവശ്യം ശബ്ദിക്കണേ എന്നെ പാർവതി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മണിയുടെ അടുക്കൽ തന്നെ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. തിരുമേനി അവരെയും കൂട്ടി അവിടേക്ക് വന്നിട്ട് മണി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാണുന്നതാണ് മണി. അത് കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പാർവതിയും വിശാലും. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ എന്ന് പാർവതി അവരോട് ചോദിക്കുന്നുണ്ട്. സുശീല ആന്റിക്ക് ഈ മണി കാണാൻ ഒരു വ്യഗ്രത, അതാ ഞാൻ ആന്റിയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി വല്ലാത്തൊരു നോട്ടം ജാസ്മിനെ നോക്കുന്നുണ്ട്. അത് ജാസ്മിന് മനസ്സിലായി. ജാസ്മിൻ ഗാർഗിയോട് ചോദിക്കുന്നു, എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, ജാസ്മിൻ മണിയടിച്ച് നേർച്ച നടത്തുന്നില്ലേ? എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് മണിയടിച്ച് നോക്ക് എന്ന് ഗാർഗി പറഞ്ഞതും ജാസ്മിൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ ഗാർഗി മണിയടിക്കുന്നത്? പാർവതി മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് മണി അടിച്ചാൽ തന്നെ എന്റെ ആഗ്രഹവും നടക്കും. അതെങ്ങനെയാ പാർവതി ആഗ്രഹം വിചാരിച്ച് മണി അടിച്ചാൽ നിന്റെ ആഗ്രഹം നടക്കുന്നത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, അല്ല പാർവതി, നമ്മുടെ കുടുംബ നന്മയെ വിചാരിച്ചല്ലേ നേർച്ച നേരുന്നതും ജീവിക്കുന്നതും മുഴുവൻ. അപ്പൊ അതിന്റെ ഗുണം എനിക്ക് കൂടി ഉണ്ടാവില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലേ ആന്റി? അതിന് നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗം അല്ലല്ലോ എന്ന് ഗാർഗി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്തിനാ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാർവതി നേർച്ച നടത്തട്ടെ എന്ന് സുശീല പറയുന്നുണ്ട്. പാർവതി, നീ ഇതൊന്നും കാര്യമാക്കണ്ട, നിന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് നീ മണിയടിച്ചോളൂ എന്ന് ജാസ്മിൻ പാർവതിയോട് പറയുന്നുണ്ട്. അങ്ങനെ പാർവതി മണിയടിക്കാനായി തുടങ്ങുന്നു. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ജാസ്മിനും സുശീലയും. പാർവതി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കൈകൊണ്ടാവണം എന്റെ ഭർത്താവിന്റെ മരണമെന്ന് അഘോരസ്വാമികൾ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം നടക്കാൻ പാടില്ല. എന്റെ കൈകൊണ്ട് ഒരാപത്തും വിശാൽ സാറിന് ഉണ്ടാവാൻ പാടില്ല. ജീവിതാവസാനം വരെ വിശാൽ സാറിനെ സംരക്ഷിക്കേണ്ട ആളാണ് ഞാൻ. ആ എന്നെ കൊണ്ട് ഒരു പാവം ചെയ്യിക്കരുത് എന്റെ സ്വാമി. ഈ കാലദോഷത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ എന്നൊക്കെ പാർവതി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം അവിടെ ഇരിക്കായിരുന്നോ മണിക്കുട്ടൻ. മണിക്കുട്ടൻ ഇങ്ങനെ പറയുന്നു, അയ്യോ പാറു മണിയടിക്കാൻ പോന്നല്ലോ. മണിയടിച്ചാൽ പാറുവിന് ഷോക്ക് അടിക്കും, എങ്ങനെയെങ്കിലും ഇത് തടയണം. പെട്ടെന്ന് മണിക്കുട്ടൻ അവിടുന്ന് പറന്നു പോകുന്നുണ്ട്. ഇതേ സമയം പ്രഭാവതിയുടെ മുറിയിലേക്ക് ശേഖറിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പ്രതാപൻ. ശേഖർ കുളിക്കുമായിരുന്നു. ആ സമയം കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് പ്രതാപൻ അങ്ങോട്ട് വരുന്നത് ശേഖർ കാണുന്നു. പെട്ടെന്ന് ബാത്റൂമിന്റെ കതക് അടച്ചിട്ട് മറഞ്ഞിരുന്ന പ്രതാപനെ ശ്രദ്ധിക്കുകയാണ് ശേഖർ. അവിടേക്ക് വന്നിട്ട്, മുത്തശ്ശോ, ഈ കിളവൻ ഇവിടെ എവിടെ പോയി കിടക്കാണ് എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ശേഖർ അഴിച്ചു വെച്ചിരുന്ന താടിയും മുടിയൊക്കെ ആ ചെയറിലിരിക്കുന്നത്. ഈശ്വര, ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആകെ കുഴഞ്ഞല്ലോ, എന്ത് ചെയ്യും? ആ വിഗും താടിയും കണ്ടാൽ എന്റെ എല്ലാ കളിയും പൊളിയല്ലോ എന്നൊക്കെ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് മുഖം മറച്ചു വെച്ചിട്ട് ശേഖർ അവിടേക്ക് വരുന്നുണ്ട്. എന്താ പ്രതാപ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. മുത്തശ്ശൻ കുളിക്ക് വരുന്നല്ലേ എന്ന് പ്രതാപനും ചോദിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ അനക്കമൊന്നും കേൾക്കാത്തോണ്ട് ഞാനൊന്ന് അന്വേഷിച്ചു വന്നതാ എന്ന് പ്രതാപൻ പറയുന്നു. എങ്ങനെ ഇവന്റെ കണ്ണ് വെട്ടിക്കുമെന്ന് പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ഇവനെ പുറത്താക്കും? ഈശ്വര, ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ശേഖർ വിചാരിക്കുന്നുണ്ട്. പ്രതാപ, അവിടെ ഒരു ബാഗിൽ എന്റെ ഒരു മുണ്ടിരിപ്പുണ്ട്, ഒന്ന് എടുത്തു തരാമോ എന്ന് ശേഖർ ചോദിക്കുന്നു. ശരി, എടുത്തു തരാം എന്ന് പ്രതാപനും. ആ സമയം കൊണ്ട് ആ ചെയറിൽ നിന്ന് താടിയും മുടിയൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് ഓടുകയാണ് ശേഖർ.
പ്രതാപൻ തിരിഞ്ഞു നിന്ന് മുണ്ടെടുക്കായിരുന്നു. തിരിഞ്ഞു നിന്ന് മുണ്ടെടുത്തിട്ട് തിരിഞ്ഞിങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ശേഖറിനെ കാണാനില്ല. ഇയാളിത് എവിടെ പോയി? എന്നിട്ട് മുത്തശ്ശാന്ന് വിളിക്കുകയാണ് പ്രതാപൻ. ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് ശേഖർ ബാത്റൂമിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്. വിഗെല്ലാം വെച്ചിട്ട് പുറത്തേക്ക് വരികയാണ് ശേഖർ. ഞാൻ ആ ടവല് പിഴിഞ്ഞ് വിരിക്കാൻ പോയതാണ്. മുണ്ടിങ് തന്നേക്ക് പ്രതാപ എന്ന് ശേഖർ പറയുന്നു. മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീട്ടി വെക്കുകയാണ് പ്രതാപൻ. ഒടുവിൽ പ്രതാപൻ ആ മുണ്ട് ശേഖറിന്റെ കയ്യിൽ കൊടുത്തു. മുത്തശ്ശൻ വേഷം മാറിക്കോളൂ, ഞാൻ പോവുകയാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പോയി. ഹാവു, ഒരു വിധം രക്ഷപ്പെട്ടു എന്നെ പ്രതാപൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന പാർവതിയൊക്കെയാണ്. മണിക്കുട്ടനാണെങ്കിൽ പറന്നുപോയി അവിടുത്തെ സ്വിച്ച് ബോർഡിന്റെ അരികിലുള്ള വയർ എങ്ങനെയെങ്കിലും ഊരാൻ നോക്കുന്നുണ്ട്. എന്നാൽ മണിക്കുട്ടൻ അത് സാധിക്കുന്നില്ല. ഇതേ സമയം ജാസ്മിൻ വിചാരിക്കുന്നുണ്ട്, അടിക്കേ മണി അടിക്കുന്നതോടെ നീ ചാകും. ഇതേ സമയം അവിടുത്തെ ആ ഭ്രാന്തന്റെ അടുത്തേക്ക് പറന്നെത്തുകയാണ് മണിക്കുട്ടൻ. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ തത്ത സംസാരിക്കുന്നു എന്ന് ഭ്രാന്തനും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, ഉണ്ടുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ തത്തേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് അവിടെ പോയി ദേ ആ വയറെടുത്ത് മാറ്റാൻ പറ്റുമോ? ഞാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. നിനക്കതിന് പറ്റുമോ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ആ പാവം പാറു ഷോക്കേറ്റ് മരിക്കും. പെട്ടെന്ന് അതൊന്ന് എടുത്തു മാറ്റണം എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ മാറ്റാം, ഇപ്പൊ തന്നെ മാറ്റാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടേക്ക് പോവുകയാണ് ആ ഭ്രാന്തൻ. ഇതേ സമയം പാർവതി അവിടെ മണിയടിക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ആ വയറെടുത്ത് മാറ്റുകയും ചെയ്തു. പാർവതി മണിയും അടിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഇതേ സമയം പാർവതിക്ക് മണിയടിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതിന്റെ പേരിൽ നിരാശയോടെ നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും. പിന്നെ തിരുമേനി പറഞ്ഞതുപോലെ മണി ഒരു പ്രാവശ്യം അടിച്ചപ്പോഴത്തേക്കും 2 പ്രാവശ്യം ശബ്ദം കേട്ടു. ഒരു പ്രാവശ്യം കൂടി കേൾക്കാനുണ്ടിനി. അത് കേൾക്കാൻ പാർവതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 2 പ്രാവശ്യം മണി അടിച്ചിട്ടും ഈ പാർവതിക്ക് ഷോക്ക് ഏറ്റില്ലല്ലോ, എന്തു പറ്റിയെന്ന് സുശീലയോട് ചോദിക്കുകയാണ് ജാസ്മിൻ. ഇതേ സമയം മണിക്കുട്ടൻ ആ മണിയുടെ മുകളിൽ വന്നിരുന്ന ശബ്ദം ഒന്നുകൂടി ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 മണിയും അടിച്ചു കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷവതിയാണ് പാർവതിയും. മണി 3 പ്രാവശ്യം ശബ്ദിച്ച സ്ഥിതിക്ക് പാർവതിയുടെ ആഗ്രഹം എന്തായാലും സാധ്യമാകും എന്ന് വിശാൽ പറയുന്നു. അത് സഫലമായേ തീരൂ എന്ന് പാർവതിയും. അത് കണക്കിലെടുക്കാൻ കഴിയില്ല. 3ാമത്തെ പ്രാവശ്യം ശബ്ദം കേട്ടത് തത്ത തട്ടി വിട്ടോണ്ടല്ലേ എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോ പാർവതിയുടെ നേർച്ചയ്ക്ക് ഫലമുണ്ടാവില്ല അല്ലേ എന്ന് സുശീലയും പറയുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ഇനി സഫലമാവില്ലേ വിശാൽ സാർ എന്ന് ടെൻഷനോടെ പാർവതി ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ മണി 3 പ്രാവശ്യം ശബ്ദിക്കണം എന്നേ ഉള്ളൂ. തിരുമേനി അങ്ങനെയല്ലേ പറഞ്ഞത്? അതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആകാം. തത്ത തട്ടിവിട്ടിട്ടാണെങ്കിലും മണി മുഴങ്ങി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും പാർവതിയുടെ നേർച്ച ഫലിക്കുക തന്നെ ചെയ്യും എന്ന് വിശാൽ പറയുന്നുണ്ട്. എന്നിട്ട് ജാസ്മിനോടൊന്ന് ശ്രമിച്ചു നോക്കാൻ വിശാൽ പറയുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല എന്ന് ജാസ്മിൻ പറയുന്നു. അതുകൊണ്ട് എനിക്ക് മണിയടിക്കണമെന്നുമില്ല. സുശീല ജാസ്മിനോട് പറയുന്നുണ്ട്. ജാസ്മിൻ, നീ ഒന്ന് അടിച്ചു നോക്കൂ എന്ന്. എടി, പാർവതി മണിയടിച്ചിട്ട് ഷോക്ക് ഏറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നീ ധൈര്യമായിട്ട് മണിയടിച്ചോളൂ. വിശാലിനെ പാർവതിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടണേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് മണിയടിച്ചോളൂ. ഫലം എന്താവൂന്ന് നോക്കാലോ എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ചിലപ്പോൾ ആന്റി അവള് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടതാണെങ്കിലോ, ഞാൻ അടിക്കുമ്പോൾ ഷോക്ക് ഏറ്റാലോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. ഒന്നും സംഭവിക്കില്ല, അതിൽ ഷോക്ക് ഇല്ല ജാസ്മിൻ, നീ മണിയടിക്കെന്ന് സുശീല. എന്താണ് 2 പേരും കൂടി ഒരു ഗൂഢാലോചന? ജാസ്മിനെ 2ഉം കൽപ്പിച്ച് നീ ഒന്ന് അടിച്ചു നോക്ക് എന്ന് ഗാർഗി. വിശാലും നിർബന്ധിക്കുന്നുണ്ട്, പാർവതിയും. എന്നാൽ ഇതേ സമയം ആ ഭ്രാന്തൻ വീണ്ടും ആ വയറെടുത്ത് കുത്തുന്നുണ്ട്. ആ മണിയടി എന്ന് പറഞ്ഞ അദ്ദേഹം തുള്ളിച്ചാടിക്കൊണ്ടുപോയി. ജാസ്മിൻ ഒരു ഭയത്തിലാണ് മണിയടിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ജാസ്മിൻ മണിയടിച്ചതും ജാസ്മിനെ ഷോക്ക് കേൾക്കുന്നു. പെട്ടെന്ന് വിശാൽ ആ ഭ്രാന്തന്റെ കയ്യിൽ നിന്നും ഒരു കമ്പ് വാങ്ങിച്ചുകൊണ്ടുവന്ന് ജാസ്മിനെ അടിക്കുന്നു. ജാസ്മിൻ തെറിച്ചുപോയി വീഴുന്നുണ്ട്. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുന്നു എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പോഴത്തെ ജാസ്മിന്റെ അവസ്ഥ. ഇതേ സമയം പ്രഭാവതിയും പ്രതാപനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ചേച്ചി ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. തെക്കേ പറമ്പിൽ മാവ് മുറിക്കാൻ മരംവെട്ടുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ പന്തലും കസേരയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മരണ വീട്ടിൽ എന്തൊക്കെ വേണോ അതെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യം എന്താണെന്ന് മാത്രം ആരോടും പറഞ്ഞിട്ടില്ല. സമയമാവട്ടെ, അപ്പോ അറിയിക്കാം എന്ന് പ്രതാപൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്. പ്രതാപ, നീ വലിയ സന്തോഷത്തിലാണല്ലോ. അവള് ചത്തോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് നീ എല്ലാം ഏർപ്പാടാക്കിയല്ലോ. അവളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നാൽ ഉടൻ തന്നെ അത് കത്തിച്ച് ചാരമാക്കണം. അതാണ് എന്റെ മനസ്സിൽ.
അധികം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പാർവതിയുടെ ശവദാഹം എത്രയും പെട്ടെന്ന് കഴിയുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്കവിടെ മരണം ആഘോഷിക്കാലോ. എന്തായാലും അവൾ ചാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് തന്നിട്ടാണല്ലോ ജാസ്മിൻ പോയത്. അല്ല ചേച്ചി, ഇതിനകം അമ്പലത്തിൽ നിന്ന് വെളി വന്നായിരുന്നോ എന്നെ പ്രതാപൻ ചോദിക്കുന്നു. ഇല്ല പ്രതാപ, ഞാനും അവിടെ നിന്നുള്ള കോള് വെയിറ്റ് ചെയ്യാണ്. അവള് ചത്തു എന്നറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, അതിനുവേണ്ടി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. പ്രഭാവതി പറയുന്നുണ്ട്, എന്തായിരുന്നു അവളുടെ അഹങ്കാരം, ഇന്ന് അതെല്ലാം പട്ടടയിൽ എരിഞ്ഞു തീരും. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. ആ സമയത്ത് ജാസ്മിനും സുശീലയും അവിടെ വന്ന് നിൽക്കുന്നു. ജാസ്മിന്റെ വല്ലാത്തൊരു കോലം കണ്ടിട്ട് രണ്ടുപേരും അന്താളിച്ച് നോക്കുന്നുണ്ട്. എന്താ ജാസ്മിൻ, എന്താ പറ്റിയത്, എന്താ നീ ഇങ്ങനെ ഒരു കോലത്തിൽ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് ജാസ്മിനോട്. സുശീലേച്ചി, ജാസ്മിൻ എന്താ പറ്റിയത് എന്ന് പ്രതാപനും സുശീലയോട് ചോദിക്കുന്നു. എന്താണ് സംഭവിച്ചത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ എന്ന് പ്രഭാവതി പറയുന്നുണ്ട്. എന്താ നിനക്ക് സംഭവിച്ചത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് പ്രഭാവതി. എന്ത് ചോദിച്ചിട്ടും ജാസ്മിൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ സമയം ഗാർഗി അവിടെ എത്തി. ജാസ്മിന് പെട്ടെന്ന് വാതുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഗാർഗി പറയുന്നു. അത്രയ്ക്ക് പണി കിട്ടിയിട്ടാ ജാസ്മിൻ നിൽക്കുന്നത്. എന്ത് പണി എന്ന് പ്രതാപൻ ചോദിക്കുന്നു. പൗർണമി ദേവി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക നേർച്ചയുണ്ട്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് അവിടുത്തെ ഒരു മണി ഒരു പ്രാവശ്യം അടിച്ചാൽ, അത്രയും ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, ആ മണി 3 പ്രാവശ്യം ശബ്ദിക്കും. അങ്ങനെ 3 തവണ ശബ്ദിച്ചാൽ ആഗ്രഹിച്ച കാര്യം നടക്കും. ഇല്ലെങ്കിൽ ആഗ്രഹ നിവർത്തി ഇല്ല, ഉണ്ടാവില്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചത്, ജാസ്മിൻ മണിയടിച്ചോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാലും പാർവതിയും അവിടേക്ക് വന്ന് നിൽക്കുന്നു. ആദ്യം മണിയടിച്ചത് പാർവതിയും ഞാനുമാണെന്ന് വിശാൽ പറയുന്നു. ഞങ്ങൾ ഒരു തവണ മണിയടിച്ചപ്പോൾ അത് 3 തവണ കൃത്യമായി അടിച്ചു. അത് കണ്ടപ്പോൾ ജാസ്മിനും വാശിയായി എന്ന് വിശാൽ. ജാസ്മിനും ആ മണിയടിച്ചു. പക്ഷേ സംഭവിച്ചത് ഇതാണെന്ന് വിശാൽ. എന്നാൽ ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നു, ഞാനായിട്ട് ആ മണി അടിച്ചതല്ല. ഈ സുശീല ആന്റിയും ഇവരൊക്കെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് മണി അടിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെയായി പറയുന്നത്, മണിയടിച്ച ഈ ഗതി വരൂ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. ആ മണിയിലെ ഷോക്ക് ഉണ്ടായിരുന്നു എന്ന് സുശീല. ജാസ്മിന് അതടിച്ചപ്പോൾ ജാസ്മിന് ഷോക്ക് ഏറ്റു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ സുശീല അവിടെ എല്ലാരോടും പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം തലനാട് വ്യത്യാസത്തിലാണ് ജാസ്മിൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നും സുശീല പറയുന്നുണ്ട്. ഇപ്പോൾ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു, ജാസ്മിൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ. അതേസമയം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിനക്ക് ഒടുക്കത്തെ ആയുസാണല്ലോ പാർവതി, മുറിച്ചാൽ മുറികൂടുന്ന ജന്മമാണല്ലോടി നീ. രക്ഷപ്പെടുമെന്ന് നീ കരുതണ്ട, ഇനിയും എനിക്ക് അവസരം വരും, അന്ന് ഞാൻ നിന്നെ കൊന്നിരിക്കും. പാർവതി പറയുന്നു, ജാസ്മിന് നല്ല ക്ഷീണം കാണും, നന്നായിട്ട് വിശ്രമിച്ചാലേ അത് പെട്ടെന്ന് മാറൂ. ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് നന്നായി കിടന്നുറങ്ങിക്കോളൂ, ചെല്ല് ജാസ്മിൻ. എന്നാൽ പാർവതിയെ ദേഷ്യത്തോടെ ജാസ്മിൻ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. തൊട്ട് പിന്നാലെ തന്നെ പോവുകയാണ് സുശീലയും. പാവം, ആരോ ചെയ്യുന്ന ദ്രോഹത്തിന് അനുഭവിക്കേണ്ടത് ആ പാവമാണല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ജാസ്മിൻ എന്തോ വലിയ കഷ്ടകാലം വന്നതാണ്, അത് ഇങ്ങനെയങ്ങ് നീങ്ങിയെന്ന് കരുതിയാൽ മതി. എന്തായാലും ജാസ്മിന് വേണ്ടി ഞാൻ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശാൽ സർ വരൂ എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും പോകുന്നു. പിറകെ ഗാർഗിയും പോകുന്നുണ്ട്. എന്നാൽ തന്റെ പ്ലാനും പദ്ധതിയും നടക്കാത്തതിന്റെ പേരിൽ നിരാശയോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.